ഹായ് ഓൾ, നമസ്കാരം. ധനുഷ് പീസ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ആനുകാലിക വിഷയങ്ങൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് 20 മാർക്കാണ് ആനുകാലിക വിഷയങ്ങൾക്ക് വേണ്ടിയുള്ളത്. അപ്പോൾ 2026 കേരള PC പുതുതായി ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയർ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം, അത് പഠിച്ചു വയ്ക്കാം. ഓക്കെ, ചോദ്യങ്ങൾ ഇതാണ്. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം കൂടി, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും ഒക്കെ പ്രതീക്ഷിക്കുന്നു. ഗുഡ് കമൻറ്റ്സ് ആൻഡ് ഗുഡ് ലൈക്കുകൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നോക്കാം, ചോദ്യങ്ങളിലേക്ക് നോക്കാം. 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരായിരുന്നു? 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരായിരുന്നു? ഓപ്ഷൻ എ ആർ വെങ്കട്ടരമണി, ഓപ്ഷൻ ബി അശോക് ദേത്തായി, ഓപ്ഷൻ സി മുകുൾ റോഹ്തഗി, ഓപ്ഷൻ ഡി കെ വേണുഗോപാൽ. ഉത്തരം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ആർ വെങ്കട്ടരമണി. 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരായിരുന്നു? ആർ വെങ്കട്ടരമണി. ആർ വെങ്കട്ടരമണിയാണ് 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ തന്നെയാണത്. 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരായിരുന്നു? ആർ വെങ്കട്ടരമണി. ഇതിപ്പോൾ ഇങ്ങനെ വായിച്ച് കേട്ട് പോയിട്ട് കാര്യമില്ല. ഇതിപ്പോൾ നമ്മുടെ PYQ സെക്ഷൻ വന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഒരു ബുക്കിൽ അത് എഴുതിയെടുത്ത് ആ ഓർഡറിൽ തന്നെ എഴുതിയെടുത്ത് തന്നെ വെക്കുക. വീണ്ടും ഇത് ചോദിക്കാം, അല്ലെ അതേ ടൈപ്പുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് വളരെയധികം ഉണ്ട്. സോ ഒന്നുകൂടി നോക്കുന്നുണ്ട്. 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ്? ആർ വെങ്കട്ടരമണി ആണ്. കാരണം അത്രയും സീരിയസ് ആയി കറണ്ട് അഫയേഴ്സിനെ നോക്കണമെന്ന് പറയാൻ കാര്യം 20 മാർക്കാണ് എന്തുള്ളത് ആനുകാലിക വിഷയം നമുക്കുള്ളത്. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻസ് വേണം നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാൻ സാധിക്കും. അപ്പോൾ ഇതേപോലുള്ള നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഫാക്റ്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കുക തന്നെ വേണം. അത് കാരണം ബാക്കിയുള്ളവരെല്ലാം തന്നെ എന്താണത് ശരിയാക്കുമ്പോൾ നമ്മൾ ശരിയാക്കാതിരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ഫാക്റ്റുകൾ നന്നായി പഠിച്ചു വെക്കുക. അതുകൊണ്ട് എഴുതി തന്നെ പഠിച്ചു വെക്കണം. 10 പ്രാവശ്യം എഴുതി പഠിച്ചാലും തെറ്റൊന്നുമില്ല. നെക്സ്റ്റ്, 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരായിരുന്നു? ആർ വെങ്കട്ടരമണി. അടുത്ത ചോദ്യം, 2025 ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ്? ഓപ്ഷൻസ്: ജ്ഞാനേഷ് കുമാർ, രാജീവ് കുമാർ, സുനിൽ അറോറ, സുശീൽ ചന്ദ്ര. 2025 ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ്? ആൻസർ എന്താണ്? ജ്ഞാനേഷ് കുമാർ. ജ്ഞാനേഷ് കുമാർ. ആൻസർ ഓപ്ഷൻ എ ആണ്, ജ്ഞാനേഷ് കുമാർ. 2025 ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ്? ജ്ഞാനേഷ് കുമാർ. അതൊന്നും ഒരിക്കലും മറക്കണ്ട കേട്ടല്ലോ. 2025 ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ്? ജ്ഞാനേഷ് കുമാർ. എല്ലാവർക്കും കറണ്ട് അഫയേഴ്സിന് ബുക്കൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നില്ലേ? അപ്പോൾ ഒരു ബുക്കിൻ്റെ പുറകിൽ എഴുതേണ്ടത് ആദ്യം ഫ്രണ്ടിൽ നിന്ന് തന്നെ എഴുതി തുടങ്ങണം. അപ്പോൾ അവിടെ നിന്ന് എഴുതി വെച്ചു, 2025 ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ചുമതലയേറ്റത് ആരാണ്? ജ്ഞാനേഷ് കുമാർ. എഴുതി വെച്ചു, പഠിച്ചല്ലോ. ജ്ഞാനേഷ് കുമാർ ആണ്. ഇങ്ങനെ എഴുതി വെച്ചാൽ മാത്രം പോരാ. ഓക്കെ, പിന്നെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഡെയിലി നോക്കാൻ പറ്റുന്നെങ്കിൽ നോക്കാൻ പറ്റും, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എഴുതി വെച്ച കറണ്ട് അഫയേഴ്സ് ഒന്ന് റിവിഷൻ ചെയ്തിട്ട് വേണം പോവാൻ, അല്ലെ അത് മറന്നു പോകും. ഓക്കെ, അപ്പോൾ റിവിഷൻ ചെയ്തുകൂടി പോകണം. അപ്പോൾ 2 ക്വസ്റ്റ്യൻസേ ആയിട്ടുള്ള നെക്സ്റ്റിലേക്ക് പോവാം. വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് അടുത്തത്. കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? ഓപ്ഷൻസ് നോക്കാം. ഷാനിമോൾ ഉസ്മാൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, AC മൊയ്തീൻ, PC വിഷ്ണുനാഥ്. നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ആൻസേഴ്സ് കമൻറ്റ് ചെയ്യാം. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. 2 പ്രധാന ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇവിടെ. ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ മത്സരിച്ച നിയമസഭാ മണ്ഡലം ഏതാണ്? നമ്മുടെ കേരള മുഖ്യമന്ത്രി ആരാണ്? ശ്രീ VD സതീശനാണ്. കേരള മുഖ്യമന്ത്രി ആരാണ്? ശ്രീ VD സതീശനാണ്. അദ്ദേഹം മത്സരിച്ച നിയമസഭാ മണ്ഡലം ഏതാണ്? നിയമസഭാ മണ്ഡലം ഏതാണ്? ഓപ്ഷൻസ്: ധർമ്മടം, പറവൂർ, പാലക്കാട്, പേരാവൂർ. ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ മത്സരിച്ച നിയമസഭാ മണ്ഡലം ഏതാണ്? നിയമസഭാ മണ്ഡലമാണേത്? പറവൂർ. 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 ശ്രീ VD സതീശൻ മത്സരിച്ച മണ്ഡലം ഏതാണ്? നിയമസഭാ മണ്ഡലം ഏതാണ്? പറവൂറാണ്. പറവൂറാണ് നിയമസഭാ മണ്ഡലം. ഓക്കെ, എഴുതിയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ചോദ്യം, കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യ ആൻഡ് കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? ആരോഗ്യ വകുപ്പ് മന്ത്രി വളരെ പ്രധാനപ്പെട്ടതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ. പനിക്കാലമൊക്കെ ആയതുകൊണ്ടും വളരെ പ്രധാനപ്പെട്ട
ചോദ്യമാണിത്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യ ആൻഡ് കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ ഏതാണ്? ആൻസർ ശ്രീ കെ മുരളീധരൻ. ഓക്കെ, ശ്രീ കെ മുരളീധരൻ അല്ലേ. അപ്പോൾ നമ്മൾ 26-ലെ ഇലക്ഷൻ നടന്നൊക്കെ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. കാരണം PSC പഠിക്കുമെന്നും അറിയത്തില്ലെന്ന് നോക്കാം. പക്ഷേ കറണ്ട് അഫയേഴ്സ് മസ്റ്റാണ് PSCക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീണ ജോർജിനൊക്കെ വേണമെങ്കിൽ കുത്തുന്നവരുണ്ടല്ലേ, അടുത്ത കാർക്ക് കുത്തുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ വേണ്ട. ഇപ്പോഴത്തെ ആരാണ്? ശ്രീ കെ മുരളീധരൻ അല്ലേ. അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യ ആൻഡ് കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? ശ്രീ കെ മുരളീധരനാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓർത്തല്ല ഒന്നുകൂടി, നമ്മുടെ കേരള മുഖ്യമന്ത്രി ആരാണ്? ശ്രീ VD സതീശൻ. പിന്നെ അദ്ദേഹം മത്സരിച്ച നിയമസഭാ മണ്ഡലം ഏതാണ്? പറവൂരാണ്. ഇനി നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി അല്ലെ, ആരോഗ്യവകുപ്പ് മന്ത്രി ആരാണ്? ശ്രീ കെ മുരളീധരൻ. ഇനിയും കൂടി പഠിക്കണേ, ശ്രീ കെ മുരളീധരൻ ആകുന്നു. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ചോദ്യം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ലേ, നെക്സ്റ്റ് 25 ക്വസ്റ്റ്യനും റിപ്പീറ്റ് ചെയ്തേക്കുന്നുണ്ടല്ലേ. മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച അല്ലേ, പ്രതിനിധീകരിച്ച മണ്ഡലം താഴെ പറഞ്ഞാൽ ഏതാണ് അല്ലേ. സെയിം ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പ്രതിനിധീകരിച്ച മണ്ഡലം ഏതായിരുന്നു? ആൻസർ നമുക്കറിയാം, കണ്ണുമടച്ചറിയാം. പറവൂരാണ് ഉത്തരം. പറവൂരാണ് ഉത്തരം. ഓക്കെ, പറവൂരാണ് ഉത്തരം. അടുത്ത ചോദ്യം. കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി സ്ഥാനം നിർവഹിച്ചിട്ടുള്ള മലയാളികൾ ആരല്ല? കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി സ്ഥാനം നിർവഹിച്ചിട്ടുള്ള മലയാളികൾ ആരല്ല? ഓപ്ഷൻസ് അതിൻ്റെ പ്രസ്താവിക്കുകയാണെന്ന് നോക്കാം. AK ആൻ്റണി പറയുന്നുണ്ട്, സുരേഷ് ഗോപിയുണ്ട്, O രാജഗോപാലുണ്ട്, V കൃഷ്ണൻ മേനോനുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ ആരൊക്കെയാണ്? മലയാളികൾ ആരല്ല? ഉത്തരം ഓപ്ഷൻ A ആണ്. അതായത് 1ഉം 4ഉം ആൾക്കാരാണ്. 1ഉം 4ഉം ആൾക്കാർ, അതായത് AK ആൻ്റണിയും VK കൃഷ്ണനും അല്ലെ, പ്രതിരോധ വകുപ്പ് മന്ത്രിമാർ. ഓക്കെ, കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി സ്ഥാനം നിർവഹിച്ചിട്ടുള്ള മലയാളികൾ ആരൊക്കെയാണ് അല്ലേ. നമുക്കറിയാവുന്ന പേരൊക്കെയാണ് ഇതൊക്കെ. AK ആൻ്റണി അതുപോലെ VK കൃഷ്ണമേനോനുമാണ് കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി സ്ഥാനം നിർവഹിച്ചിട്ടുള്ള മലയാളികൾ എന്ന് പറയുന്നത്. ഇതും ഒരു കറണ്ട് അഫയർ ആണ്. എന്ത്? കീലേരി കുഞ്ഞിക്കണ്ണൻ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കീലേരി കുഞ്ഞിക്കണ്ണൻ ഏതു മേഖലയെ ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ സർക്കസ് ആണ്. സർക്കസ് ആണ്. കീലേരി കുഞ്ഞിക്കണ്ണൻ സർക്കസുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. 2025-ലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? 2025-ലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? ഓപ്ഷൻസ്: സേതു, P വത്സല, NS മാധവൻ, KG ശങ്കരപ്പിള്ള. 2025-ലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ പേരാണ് KG ശങ്കരപ്പിള്ള. KG ശങ്കരപ്പിള്ള. 2025-ലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തിയുടെ പേരാണെന്ത്? KG ശങ്കരപ്പിള്ള. ഓക്കെ, എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ്? 25-ലെ എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ്? KG ശങ്കരപ്പിള്ളയ്ക്ക്. 25-ലെ എഴുത്തച്ഛൻ പുരസ്കാരം 25-ലെ എഴുത്തച്ഛൻ കൊടുത്തത് ആർക്കാണ്? KG ശങ്കരപ്പിള്ളയ്ക്കാണ്. ഓക്കെ, KG ശങ്കരപ്പിള്ളയ്ക്കാണ്. നെക്സ്റ്റ് ചോദ്യമോ. ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ നമുക്കൊന്ന് പറയാം. ഓപ്ഷൻസ് നോക്കാം. മോൻസ് ജോസഫ്, MB അനിൽകുമാർ, K മുരളീധരൻ, അനൂപ് ജേക്കബ്. നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ AP അനിൽകുമാറാണ്. AP അനിൽകുമാറാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് അനിൽകുമാറിൻ്റെ കയ്യിലാണ്. അനിൽകുമാറിൻ്റെലാണ് റവന്യൂ വകുപ്പ് എന്ന് പറയുക. നെക്സ്റ്റ് ചോദ്യം. അടുത്ത ചോദ്യം. ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ഓപ്ഷൻസ് നോക്കാം. S സോമനാഥ്, Dr. V നാരായണൻ, Dr. K രാധാകൃഷ്ണൻ, SS കിരൺകുമാർ. ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ആൻസർ Dr. V നാരായണൻ. Dr. V നാരായണൻ. Dr. V നാരായണൻ. ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? Dr. V നാരായണൻ. Dr. V നാരായണൻ. അടുത്ത് നോക്കാം. 2025 ഒക്ടോബറിൽ കേരളം പോളിയോ നിർമ്മാർജ്ജനത്തിനായി പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പ്പ് ഡ്രൈവ് സംഘടിപ്പിച്ചു. ഈ ഡ്രൈവിൽ 5 വയസ്സിന് താഴെയുള്ള എത്ര കുട്ടികളെയാണ് ലക്ഷ്യമിട്ടത്? ആൻസർ നമുക്കറിയാം എത്രയാണ്. ആൻസർ 21 ലക്ഷമാണ് കുട്ടികളെ ലക്ഷ്യമിട്ടു. 21 ലക്ഷം കുട്ടികളെയാണ്. നെക്സ്റ്റ് ചോദ്യം. 2025 ഒക്ടോബറിൽ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട Mpox Clade 1 സ്ട്രെയിനിൻ്റെ ആദ്യ കേസ്
ഇന്ത്യയിൽ എവിടെ നിന്നുള്ള യാത്രക്കാരനാണ്? അത് ആൻസർ ഓപ്ഷൻ ബി ആണ്, UAE അല്ലേ? UAE ആണ്, UAE ആണ്. വീണ്ടും 2025 ഒക്ടോബറിൽ കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 1.5 വയസ്സിനിടെ 14 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. താഴെ പറഞ്ഞതിൽ ഏത് അമീബയാണ് ഈ രോഗത്തിന് കാരണമാകുന്നത്? ഏത് അമീബയാണ്? ആൻസർ നെഗ്ലേറിയ ഫൗലേറി. നെഗ്ലേറിയ ഫൗലേറി ആണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന ആ ഒരു അമീബ. അമീബ അല്ലെ, നെഗ്ലേറി ഫൗലേറി, നെഗ്ലേറിയ ഫൗലേറി എന്ന അമീബയാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകും അല്ലേ? അത് മസ്തിഷ്കത്തിലേക്കാണ് അത് ബാധിക്കുക. മസ്തിഷ്കത്തിലെ മെന്റിസ് പാളിക്കകത്താണ് അത് ബാധിക്കുക അല്ലേ? മസ്തിഷ്കത്തിലെ മെന്റിസ് പാളിയിലാണ് അത് ബാധിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ പറയുന്നു. എങ്ങനെ? അമീബിക്ക് മസ്തിഷ്ക ജ്വരം എന്നാണ് പറയുക. നെക്സ്റ്റ് ചോദ്യം, 2025 ഒക്ടോബറിൽ ഇതിൻ്റെ ഉത്തരം എന്തായിരുന്നു? നെഗ്ലേറിയ ഫൗലേറി. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം, 2025 ഒക്ടോബറിൽ കുട്ടികളുടെ ചുമ മരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ചു. ഈ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം താഴെ പറഞ്ഞതിൽ ഏത് മരുന്നാണ് സംസ്ഥാനത്ത് നിരോധിച്ചത്? ആൻസർ ഏതാണ്? കോൾഡ്രിഫ് സിറപ്പ് എന്നാണ്. കോൾഡ്രിഫ് സിറപ്പ് എന്നാണ് അതിന് പറയുക. കോൾഡ്. നെക്സ്റ്റ് ചോദ്യം നോക്കാം. 2026 ഓസ്കാർ അവാർഡിന് അർഹമായ ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള അവാർഡ് കിട്ടുന്ന ആർക്കാണ്? വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. നെക്സ്റ്റ് ചോദ്യം, 2026 വിന്റർ ഒളിമ്പിക്സിന് വേദിയായ സ്ഥലം ഏതായിരുന്നു? ആൻസർ റഷ്യ സോച്ചി. 2026 വിന്റർ ഒളിമ്പിക്സിന് വേദിയായ സ്ഥലം ഏതാണ്? റഷ്യ സോച്ചി. ഇതോ 15 ലവ് എന്ന പദം ഇതിന് ഉപയോഗിക്കുന്നു. 15 ലവ് എന്ന പദം ഏത് കായിക മത്സരമാണത്? 15 ലവ് എന്ന പദം ഏതാണ്? ബോക്സിംഗ് ആണ്. 15 ലവ് ബോക്സിംഗ് ആണ്.